ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ പിന്നെ 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, സുന്ദരി പ്രസവിച്ചു എന്നിട്ട് സുന്ദരി ചത്തുപോയി കൂട്ടുകാരെ. പിന്നെ എന്താ അറിയില്ല, പ്രസവിച്ചിട്ട് 3 ദിവസം ഇങ്ങനെ ആയപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെ പൂച്ച തന്നെയാണ്, എവിടെ പോയി പ്രസവിച്ചതെന്ന് അറിയില്ല. 2-3 ദിവസം കാണാതായിരുന്നു. പിന്നെ പ്രസവിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ വീട്ടിലേക്ക് വന്ന സമയത്ത് വയറൊക്കെ ഇങ്ങനെ കാലിയായി കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ മക്കളടുത്ത് പറഞ്ഞു, പൂച്ച പ്രസവിച്ചിട്ടുണ്ട്, എവിടെയാണ് പോയെന്ന് അറിയില്ല എന്ന്. അങ്ങനെ പിന്നെ അതിൻ്റെ പിറ്റേന്നുണ്ട് ആൾ രാവിലെ ഇവിടെ വന്നിട്ട് ഫുള്ള് നോക്കാത്തൊക്കെ. അങ്ങനെ ഒരു 9 മണി, രാവിലെ ഒരു 9 മണി ആയപ്പോൾ ഇത് ഒരു കുട്ടീനെയും കൊണ്ട് വന്നിട്ട്, ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് നേരെ അങ്ങനെ ഒച്ചയിട്ട് അകത്തേക്ക് കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഞങ്ങളിന്ന് മൈൻഡാക്കാൻ നേരെ അകത്ത് പോയിട്ട് അലമാരുള്ളിൽ കൊണ്ടുവെക്കാൻ വേണ്ടി നിന്ന്. ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ടോ, പിന്നെ പോകുന്നില്ല. ഈ കുഞ്ഞിനെയും പിടിച്ചതിൻ്റെ പുറകെ വരിക. അത് ചാവാനായതാ അതിൻ്റെ അവസാനത്തെ വരുവാന്ന് ഞാൻ അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് കുഴപ്പമൊന്നുമില്ല, ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു. ആരും എന്തും ചെയ്താലൊന്നും അറിയില്ല. ഇത് പിറ്റേന്ന് നോക്കുമ്പോൾ ചത്ത് 5 മക്കളുണ്ടായിരുന്നു. ആ മക്കളെന്താ ചെയ്യാൻ എനിക്കറിയാത്ത അവസ്ഥയിലുള്ളത്. അതിൽ 1 പ്രസവിച്ചപ്പോഴേ ചത്തെന്ന് ആ പ്രസവിച്ച വീട്ടിൽ അവർ പറഞ്ഞിട്ടോ. പിന്നെ 1 ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. 3 എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ ഏൽപ്പിച്ച് പോയ പോലെ. ശരിക്കും നമ്മൾ മനുഷ്യരിങ്ങനെ ചെയ്യൂല. അത്രയ്ക്കും ബുദ്ധിയുള്ളൊരു പൂച്ചയായിരുന്നു. കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ തന്നെ പുറത്ത് റൂമുണ്ടായിരുന്നു, അവിടെ പുതപ്പൊക്കെ വിരിച്ച് ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ കടത്തി കൊടുത്തേനെ. ഇനി എവിടെയും പോകേണ്ട ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പൂച്ച പ്രസവിച്ചാൽ എല്ലാവരും പറയുന്നൊക്കെ 5 വീടോ 7 വീടങ്ങാനും മാറ്റുന്നൊക്കെ. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ അറിയാം, ഡോറൊക്കെ ക്ലോസ് ചെയ്തിടക്കിടക്ക് പോയി തുറന്ന് നോക്കല. ഇനി വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് കൊടുക്കുക. പക്ഷെ പിറ്റേന്ന് രാവിലെ പാൽ കുടിക്കാൻ വിളിച്ചിട്ടൊന്നും വേദനയുണ്ടോ. നല്ല മക്കൾ 3 എൻ്റെ അടുത്തേക്ക് കൊണ്ടാൽ 3 നല്ല ഉഷാറുള്ള മക്കളെ. 1 ഒരു ക്ഷീണുണ്ടായിരുന്നു, അതിപ്പോൾ ഇന്ന് ചത്ത് കേട്ടോ. ഇപ്പോൾ 2 മക്കളാണുള്ളത്. അതിങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് എടുക്കണം എനിക്ക്. ഞങ്ങൾ പൂച്ചക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ആ പൂച്ച വന്ന സമയം കേട്ടോ, തള്ള പൂച്ച ഇല്ലേ, മരിച്ചെന്ന് പറഞ്ഞ പൂച്ച ഇല്ലേ, അത് വന്ന സമയത്ത് ഈ പരുവത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ശരിക്കും നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തുള്ള പൂച്ചനെ അതേപോലെ ഇണക്കുള്ളൊരു പൂച്ചയായിരുന്നു. വന്ന് കയറിയപ്പോഴേ അന്നുള്ള ഒരു കളിയാണിത്. മക്കളെടുത്തായാലും ഞങ്ങളെടുത്തായാലും നേരെ ഷോഫിനെ മുകളിൽ കയറിയിരിക്കും. അടുക്കളയിൽ ഞങ്ങൾ കൂടെ വരുന്നൊരു കുട്ടിയായിരുന്നു. എങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല, ആരും കൊണ്ടിട്ടതാണോന്നും അറിയില്ല. എന്താ നല്ലൊരു പൂച്ച, നല്ല ബുദ്ധിയായിരുന്നു. മനുഷ്യർക്ക് അത്ര ബുദ്ധിയില്ല. ശരിക്കും പറഞ്ഞാലില്ലേ, വന്നിട്ട് 1 വർഷമായില്ല. അതിൻ്റെ മുമ്പ് പ്രസവം കഴിഞ്ഞു. 3 മക്കളും 2 ചത്തുപോയി. ഇപ്പോൾ 3-മത്തെയും ചത്തുപോയി. എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയ പോലെ എനിക്ക് തോന്നുന്നത്. ശരിക്കും മനുഷ്യർ ചെയ്യുന്നത് മനുഷ്യരിൽ എത്ര കഴിയില്ല എന്നുള്ളത്രയും ബുദ്ധിക്ക് ഇപ്പോഴും ഭയങ്കര സങ്കടമാണ്. ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമാവുക. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊരു പൂച്ചയായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇക്കൊക്കെ കടയിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കവറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഓടി വരും. എന്നിട്ട് ഒരു ദിവസം അതിൻ്റെ കളി കണ്ടിട്ട് ഇക്ക എന്ത് ചെയ്തറിയോ, പിന്നെ പാക്കറ്റ് പാൽ കൊണ്ടുവരുന്നു, അതിൻ്റെ കൈ കൊടുത്ത്. ഞാൻ പറഞ്ഞ് നഖം തട്ടി മുറിഞ്ഞു തന്നെ സാരില്ല എന്നിട്ട് കൊടുത്ത്. അങ്ങനെ നമ്മൾ മക്കൾക്ക് എന്താ കൊടുക്കുന്നത് അതൊക്കെ അവൾക്ക് കിട്ടണം. അത്രക്കൊരു വാശിയല്ല, അത്രക്കൊരു അധികാരമായിരുന്നു. ഇതിപ്പോൾ ഇത് എന്താ പറയുക, അത് മരിക്കാനായി എന്നുള്ളത് അതിനറിയുമായിരിക്കുമോ, നമുക്ക് അറിയുന്നില്ലല്ലോ. ഇത് ഞാൻ കുട്ടീനെ പിടിച്ച് വന്ന സമയത്ത് ഞാൻ വാതിൽ അടച്ചിട്ടോ. അതിലടച്ചപ്പോൾ പിന്നെ ഞാൻ കുറച്ച് 5 മിനിറ്റ് തുറന്ന് നോക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അതിനെയും കടിച്ചു പിടിച്ച് നിൽക്കുക, പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്ത് റൂമുണ്ട്, അവിടെ പുതപ്പൊക്കെ വെച്ച് അവിടെ ആളെ സെറ്റാക്കി കൊടുത്ത്. എന്തായാലും ഭയങ്കര വിഷമമായിപ്പോയി. മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാട്ട് സ്നേഹം മൃഗങ്ങൾക്കാണ് ഇപ്പോഴാണ് മനസ്സിലായി. ശരിക്കില്ലേ, മൃഗങ്ങൾക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. അതുപോലെ ഞാൻ ഇക്കൊക്കെ പൂച്ചനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, ഇക്കൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഞാനങ്ങനെ അകത്തേക്ക് കയറ്റലില്ലായിരുന്നു. അപ്പോൾ ഇത് വല്ലാത്തൊരു സങ്കടം തന്നിട്ട് പോയി എനിക്ക്. സ്നേഹിച്ചിട്ട് ഒരു കൊതി വരുന്നതിന് മുമ്പ് പോകുമെന്നറിയില്ലേ. ഞങ്ങൾ പുറത്ത് പോയാലും അതിലിങ്ങനെ ഇരിക്കും വരുന്നവരെ. എന്തായാലും ഭയങ്കര സങ്കടം.